തലശ്ശേരി മണോളിക്കാവ് ഉത്സവത്തിനിടെ പോലീസിനെ ആക്രമിച്ച കേസിൽ ഒരു CPM പ്രവർത്തകൻ കൂടി അറസ്റ്റിൽ. 80ഓളം പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ടെങ്കിലും കുട്ടിമാക്കുൽ സ്വദേശി സഹദേവനടക്കം 2 പേരെയാണ് ഇതുവരെ പിടികൂടാനായത്. ബാക്കിയുള്ളവർ ഒളിവിലാണെന്നാണ് പോലീസ് പറയുന്നത്. അതേസമയം കാവിൽ സംഘർഷത്തിനിടെ തർക്കം പരിഹരിക്കാൻ ഇടപെട്ടവരെയും പോലീസ് കേസിൽപ്പെടുത്തിയെന്നാണ് CPM പ്രാദേശിക നേതൃത്വത്തിന്റെ വാദം. മണോളിക്കാവിൽ ഉത്സവത്തിനിടെ വ്യാഴാഴ്ച പുലർച്ചെ സംഘർഷം തടയുന്നതിനിടെ SI ഉൾപ്പെടെ പോലീസുകാരെ CPM പ്രവർത്തകർ ആക്രമിച്ചിരുന്നു. 27 പേർക്കെതിരെ തലശ്ശേരി പോലീസ് കേസെടുത്തു. വൈകിട്ട് മണോളിക്കാവിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് സംഘം കേസിലെ 1-ാം പ്രതിയും റൌഡി ലിസ്റ്റിൽപ്പെട്ടയാളുമായ ദിപിനെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് വാഹനത്തിൽ കയറ്റി. പിന്നാലെ സ്ഥലത്ത് സംഘടിച്ച CPM പ്രവർത്തകർ ഉദ്യോഗസ്ഥരെ തടഞ്ഞു. പ്രതിയെ ഫലമായി പിടിച്ചിറക്കി കൊണ്ടുപോയി. SI ഉൾപ്പെടെയുള്ളവരെ ഗേറ്റിനുള്ളിൽ പൂട്ടിയിട്ടു. ഉത്സവം നടക്കുന്നതിനാലും സ്ത്രീകൾ ഉൾപ്പെടെ വലിയ ആൾക്കൂട്ടം സ്ഥലത്തുണ്ടായിരുന്നതുകൊണ്ടും പോലീസ് കൂടുതൽ ബലപ്രയോഗത്തിന് തുനിയാതെ പിൻവാങ്ങി. തടഞ്ഞ CPM പ്രവർത്തകരിൽ ഒരാളെ കസ്റ്റഡിയിലെടുത്തിരുന്നു. പിന്നാലെയാണ് കലാപശ്രമത്തിനും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുന്നതിനും ഉൾപ്പെടെ കേസെടുത്തത്. പോലീസുകാരെ കൊല്ലുമെന്ന് CPM പ്രവർത്തകർ ഭീഷണിപ്പെടുത്തിയതെന്ന് FIR. എഴുന്നള്ളിപ്പിനിടെ CPM പ്രവർത്തകർ ഇൻക്വിലാബ് മുദ്രാവാക്യം വിളിച്ചതിനെ തുടർന്നാണ് സംഘർഷമുണ്ടായതെന്നാണ് പോലീസ് കേസ്. കേരളം ഭരിക്കുന്നത് ഞങ്ങളെന്നും കളിച്ചാൽ തലശ്ശേരി സ്റ്റേഷനിൽ ഉണ്ടാക്കില്ലെന്നും ഭീഷണി മുഴക്കിയായിരുന്നു ബുധനാഴ്ചയിലെ ആക്രമണമെന്നും FIR-ലുണ്ട്. പിന്നാലെയാണ് കസ്റ്റഡിയിലെടുക്കാൻ എത്തിയപ്പോഴുള്ള അതിക്രമവും. എല്ലാം CPM-കാരെന്ന് പോലീസ് പറയുന്നെങ്കിലും CPM തള്ളുന്നു. CPM ഭരണത്തിൽ പോലീസിനും രക്ഷയില്ലാതെയെന്ന് കോൺഗ്രസും BJP-യും പ്രതികരിച്ചു.